നമസ്കാരം. വെൽക്കം ടു ഡയമണ്ട് സ്പോർട്സ്. കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലേക്കുള്ള അവരുടെ പുതിയ പരിശീലകനെ നിയമിച്ചിരിക്കുകയാണ്. ഡേവിഡ് കാറ്റ്ല എന്ന സ്പാനിഷ് പരിശീലകനാണ്. അദ്ദേഹം ഇപ്പോൾ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെൽത്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ചായ റാഫ മോണ്ടിനെഗ്രുവും എത്തിയിട്ടുണ്ട്. രണ്ടുപേരും ഒരുമിച്ചാണ് എത്തിയത്. മഞ്ഞപ്പട അവർക്ക് നല്ല സ്വീകരണമാണ് നൽകിയത്. ഹെൽത്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ പരീക്ഷണമാണ്. ഹെൽത്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ ജോലി കോച്ച് എങ്ങനെയാണോ ഒരു ടീമിനെ സാങ്കേതികമായും, അതായത് എതിർ ടീമിനെതിരെ മേൽക്കോയ്മ നേടാനും തന്ത്രപരമായ നീക്കങ്ങൾ നടത്താനും കൗശലകരമായ നീക്കങ്ങൾ നടത്തി സ്പേസ് കണ്ടെത്താനും പരിശീലിപ്പിക്കേണ്ടത് എന്നത് ഒരു കോച്ചിൻ്റെ കടമയാണ്. അതിനോടൊപ്പം കണ്ടീഷനിങ് കോച്ച് കൂടി ചേരുമ്പോൾ അവർ ചെയ്യുന്നത് പ്ലെയേഴ്സിൻ്റെ ശാരീരിക ക്ഷമതയും വേഗതയും വർദ്ധിപ്പിക്കുക, അത് കളിയിലുടനീളം നിലനിർത്തുക. പിന്നെ പ്ലേയേഴ്സിന് വേഗത്തിൽ ചിന്തിക്കാനും അവരുടെ നിഗമനങ്ങളിൽ എത്താനും അത് നല്ല നീക്കങ്ങളിലൂടെ നടപ്പിലാക്കാനും പ്ലേയേഴ്സിനെ പ്രാപ്തരാക്കുക എന്നതാണ് ഹെൽത്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ച് എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഡേവിഡ് കാറ്റ്ല ഡിഫൻഡർ ആയിരുന്നു. അതിനാൽ തന്നെ അദ്ദേഹം ഡിഫൻസിൽ കുറച്ചുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ശക്തി വർദ്ധിപ്പിക്കും. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ പോരായ്മ തന്നെ ഡിഫൻസീവ് എറേഴ്സാണ്. അതിലെല്ലാം ഒരു പരിധിവരെ നല്ല മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് കൂടുതൽ ഗുണം ചെയ്യും. കണ്ടീഷനിങ് കോച്ച് കൂടെ ടീമിൽ എത്തിയതോടുകൂടി അദ്ദേഹത്തിൻ്റെ മികവിൽ ടീമിന് കുറച്ചുകൂടെ അഗ്രഷനും വർദ്ധിക്കും. കൂടാതെ ടീമിൻ്റെ വിന്നിങ് മെൻറ്റാലിറ്റി കൂടുതൽ കാണാൻ കഴിയും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും അടുത്ത സീസണിന് മുമ്പ് തന്നെയാണ് ഇപ്പോൾ സൂപ്പർ കപ്പ് വരാൻ പോകുന്നത്. കുറച്ച് സമയമേ അതിനുള്ളൂ. നല്ല തയ്യാറെടുപ്പ് നടത്താൻ ടീമിന് സാധിക്കട്ടെ. പോസിറ്റീവ് റിസൾട്ട് സൂപ്പർ കപ്പിൽ നേടാനും ഇവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കാം. വൺസ് അഗെയിൻ താങ്ക് യു ഫോർ വാച്ചിങ്.